ഓം നമോ ഭഗവതേ വാസുദേവായ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീമന്നാരായണീയം ദശകം 7. ബ്രഹ്മാവിൻ്റെ തപസ്സും വൈകുണ്ഠ ദർശനവും. ഏവം ദേവചതുർദശാത്മകജഗദ്രൂപേണ ജാതഃ പുനസ്തസ്യോർധ്വം ഖലു സത്യലോകനിലയേ ജാതോऽസി ധാതാ സ്വയം യം ശംസന്തി ഹിരണ്യഗർഭമഖിലസ്ത്രൈലോക്യജീവാത്മകം യോ ഭൂൽസ്ഫീതരജോ വികാരവികസന്നാനാസ്തൃക്ഷാരസാം സ്വയം വിശ്വവിസർഗതത്തഹൃദയ സംപശ്യമാനഃ സ്വയം ബോധം ഖൽവനവാപ്യ വിശ്വവിഷയം ചിന്താകുലസ്തസ്തിവാൻ താവൽത്വം ജഗതാംബതേ തപതപേത്യവം ഹി വൈഹായസിം വാണീമേനമശിശ്രവശ്രുതിസുഖാം കുർവം സ്തവ പ്രേരണാം. കോസൗ മാമവതൽ പുമാനിതി ജലാപൂർണേ ജഗന്മണ്ഡലേ ദീക്ഷോദ്വീക്ഷ്യ കിമപ്യനീക്ഷിതവതാ വാക്യാർദ്ധമുൽപശ്യതാ ദിവ്യം വർഷസഹസ്രമാത്തപതപസാം തേന ത്വമാരാധിതസ്തസ്മൈ ദർശിതവാനസി സുനിലയം വൈകുണ്ഠേകാത്ഭുതം. മായായത്ര കദാപി നോ വികുരുതേ ഭാതേ ജഗൽഭ്യോ ബഹി ശോകക്രോധവിമോഹസാധ്വസമുഖാഭാവാസ്തു ദൂരം ഗതാ സാന്ദ്രാനന്ദശ്ചരീചയത്ര പരമജ്യോതിപ്രകാശാത്മകേ തത്തേ ധാമ വിഭാവിതം വിജയത്തെ വൈകുണ്ഠരൂപം വിഭോ. യസ്മിന്നാമ ചതുർഭുജാ ഹരിമണിശ്യാമാ വദാതദ്വിഷോ നാനാഭൂഷണരത്നദീപിതദിശോ രാജദ്വിമാനാലയാ ഭക്തിപ്രാപ്തതഥാ വിധോന്നതപതാദീവ്യന്തി ദിവ്യാ ജനാസ്തത്തേ ധാമനിരസ്തസർവശമലം വൈകുണ്ഠരൂപം ജയേത്. നാനാദിവ്യമധൂജനൈരഭിവൃതാ വിദ്യുല്ലതാ തുല്യയാ വിശ്വോന്മാദനഹൃദ്യഗാത്രലതയാ വിദ്യോദിതാ ശാന്തരാ ത്വൽപാദാംബുജസൗഭൈകകുതുകാ ലക്ഷ്മീ സ്വയം ലക്ഷ്യത്തെ യസ്മിൻ വിസ്മയനീയ ദിവ്യവിഭവം തത്തേ പദം ദേഹി മേ. തത്രൈവം പ്രതിദർശിതേ നിജപദേ രത്നാസനാധ്യാസിതം ഭാസ്വൽ കോടിലസൽ കിരീടകടകാദ്യാ കൽപ്പദീപ്രാകൃതി ശ്രീവത്സാങ്കിതമാത്തകൗസ്തുഭമണിശ്ചായാരുണം കാരണം വിശ്വേഷാം തവ രൂപമൈക്ഷതവിധിസ്തത്തേ വിഭോ ഭാതു മേ. കാളാംഭോദകലായ കോമലരുചി ചക്രേണ ചക്രം ദിശാമാവൃണ്വാന മുദാരമന്ദഹസിതസ്യന്തഃപ്രസന്നാനനം രാജൽകംബുകധാരി പങ്കജധര ശ്രീമൽഭുജാമണ്ഡലം സൃഷ്ടുസ്തുഷ്ടികരം വപുസ്തവ വിഭോ ഭദ്രോഗമുദ്വാസയേൽ. ദൃഷ്ട്വാ സംഭൃതസംഭ്രമഃ കമലഭൂസ്ത്വൽപാദപാദോരുഹേത് ഹർഷാവേശവശം വദോ നിപതിതഃ പ്രീത്യാ കൃതാർത്ഥീ ഭവൻ. ജാനാസ്യേവമനീക്ഷിതം മമ വിഭോ ജ്ഞാനം തഥാ പാദയ ദ്വൈതാദ്വൈതഭവൽസ്വരൂപപരത്യാചഷ്ടതം തം ഭജേ. ആതാമ്രേ ചരണേ വിനമ്രമധത്തം ഹസ്തേന ഹസ്തേ സ്പൃശൻ ബോധസ്തേ ഭവിദാനസർഗവിധിഭിർബന്ധോഭിസഞ്ജായതേ ഇത്യാഭാഷ്യഗിരം പ്രതോഷ്യനിതരാം തച്ചിത്തഗൂഢസ്വയം സൃഷ്ടൗ തം സമുദൈരയഃ സ ഭഗവന്നുല്ലാസയോല്ലാഖതാം. ശ്രീകൃഷ്ണായ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഗംഗണപതേ നമഃ. സരസ്വത്यै നമഃ. ഭക്തി സജ്ജനസംഗമാത്ര സുലഭാ തത്വാർത്ഥബോധപ്രദാ സർവേഷാം ഗുണവൃദ്ധികൃദ്വിജയതേ നൈവം വിഭക്തി പ്രഭോ. ലഭ്യാ ശാസ്ത്രപരിശ്രമാദ്വിതനുദേ സാ ചാർത്ഥഭേദാൻ ബഹൂൻ വൃദ്ധിം ക്വാപി ഗുണം ജകുത്രചിദതസ്ത്വദ്ഭക്തിമേവാശ്രയേ. ഓം
സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനാം. അഖിലഗുരുവായ ശ്രീ ഗുരുവായൂരപ്പനെയും എല്ലാ ഭാഗവത ആചാര്യന്മാരെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാഷണം ആരംഭിക്കുകയാണ്. ശ്രീമന്നാരായണീയം ദശകം 7 പ്രഭാഷണ വിഷയം. ഭഗവാൻ സത്വ, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങളുള്ള വിരാട് പുരുഷ രൂപം സ്വീകരിച്ചതിന് ശേഷം വിരാട് പുരുഷന്റെ ശിരസ്സായ സത്യലോകത്തിൽ സ്വയം ധാതാവായി പ്രത്യക്ഷപ്പെട്ടു. പ്രപഞ്ചരൂപിയായ ഭഗവാന്റെ ശിരസ്സാണ് സത്യലോകം. സത്യലോകത്തിൽ ബ്രഹ്മമായി രൂപം കൊണ്ട ഭഗവാനെ ഹിരണ്യഗർഭൻ എന്ന് ആചാര്യന്മാർ വിളിക്കുന്നു. എല്ലാ ജീവജാലങ്ങളുടെയും അഖണ്ഡ സമസ്തി സൂക്ഷ്മ ശരീരരൂപനാണ് ബ്രഹ്മാവ്. ഹിരണ്യഗർഭനായി രൂപം കൊണ്ട ഭഗവാനിൽ രജോ ഗുണവും സത്വഗുണവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രജോ ഗുണം വർദ്ധിച്ച് സത്വഗുണത്തേക്കാൾ അധികമായപ്പോഴാണ് സൃഷ്ടിയും ഭഗവാനും സൗഹൃദമുണ്ടായത്. പക്ഷേ സൃഷ്ടിക്കേണ്ടത് എങ്ങനെയെന്നും എന്താണ് സൃഷ്ടിക്കേണ്ടതെന്നും സത്വഗുണം രജോ ഗുണത്തിന് കീഴ്പ്പെട്ടു പോയതിനാൽ ധാതാവിന് അത് നിശ്ചയിക്കാൻ കഴിഞ്ഞില്ല. ഭാഗവതത്തിലെ 2ാം സ്കന്ധം 9-ാം അധ്യായത്തിലെ കഥയാണ് നമ്മൾ ഈ ദശകത്തിൽ കാണുന്നത്. ചരാചരാത്മകമായ സകല പ്രപഞ്ചങ്ങളെയും സത്വ, രജ, തമോ ഗുണങ്ങളെ ആശ്രയിച്ച് പലവിധത്തിൽ സൃഷ്ടിക്കുവാൻ മനസ്സ് വന്നെങ്കിലും പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ബോധം ലഭിക്കാതെ ചിന്താകുലനായിരുന്നു ബ്രഹ്മാവ്. കാരണം രജോ ഗുണം വർദ്ധിക്കുമ്പോൾ ജ്ഞാനപ്രകാശരൂപമായ സത്വഗുണം അതിന് കീഴ്പ്പെട്ടു പോകും. പ്രവൃത്തിയും അതിൻ്റെ നിർവഹണത്തിനുള്ള ആ ത്വരയും വർദ്ധിക്കുമ്പോൾ കൃത്രിമമായ അഹങ്കാരം ഉണ്ടാകുമെന്നാണ്. താൻ ആരെന്ന് മറക്കുന്നു. ഇവിടെ ബ്രഹ്മാവിനും അതുതന്നെയാണ് സംഭവിച്ചത്. ജ്ഞാനം തെളിയാതെ ചിന്താകുലനായിരുന്ന ബ്രഹ്മാവിനെ ഭഗവാൻ തപസ് ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്നാണ്. അങ്ങനെ ആ തപസ്സുകൊണ്ട് പൂർവകൽപ്പത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ ബോധമുണ്ടാകുമെന്നും അങ്ങനെ ജ്ഞാനം തെളിയുമ്പോൾ സൃഷ്ടികർമ്മം നിർവിഘ്നം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ്. തപസ്സു ചെയ്താലും തപ തപ എന്ന ശ്രുതി ആകാശവാണി ഭഗവാൻ ബ്രഹ്മാവിനെ കേൾപ്പിച്ചു എന്നാണ്. പ്രാകൃത പ്രളയം കഴിഞ്ഞ് ആദ്യം വരുന്ന ബ്രഹ്മകൽപ്പത്തിൽ
എന്തൊക്കെയാണ് സൃഷ്ടിക്കേണ്ടതെന്ന് അറിയാതെ ചിന്തയിലാണ്ട ആ ബ്രഹ്മാവിനെയാണ് ഇവിടെ നാം കാണുന്നത്. ആ പ്രളയത്തിന് മുമ്പുണ്ടായിരുന്ന കൽപ്പത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാവണം. എന്നാൽ അതൊക്കെ ഇപ്പോഴും സൃഷ്ടിക്കാം. തപസ്സുകൊണ്ട് പൂർവകൽപ്പത്തിലെ പ്രപഞ്ചത്തിൻ്റെ ബോധമുണ്ടാവുകയുള്ളൂ എന്നാണ് ഈ തപ എന്ന അശരീരി വാക്കിലൂടെ ഭഗവാൻ ബ്രഹ്മാവിന് ഉപദേശിച്ചത്. ബ്രഹ്മാവ് ആ ശബ്ദം കേട്ടിട്ട് തപ എന്നാരോ പറയുന്ന ആ ശബ്ദം കേട്ടിട്ട് ചുറ്റും നോക്കി. അപ്പോൾ വെള്ളം കൊണ്ട് നിറഞ്ഞ ഭൂമണ്ഡലമല്ലാതെ ഒന്നും കണ്ടില്ല അവിടെ. അങ്ങനെ ആരെയും കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോൾ ആ കേട്ട ശബ്ദത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അങ്ങനെ ആ അർത്ഥത്തെക്കുറിച്ച് ചിന്തിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി തപസ് ചെയ്യാനാണ് നിർദ്ദേശമെന്ന്. അങ്ങനെ തപസ് ആരംഭിച്ചു. 1000 ദിവ്യവർഷക്കാലം ആ തപസ് നീണ്ടുനിന്നു. തപസ്സുകൊണ്ട് മാത്രമേ ബ്രഹ്മകൽപ്പത്തിലെ പ്രപഞ്ചത്തിലെ ബോധമുണ്ടാവുകയുള്ളൂ എന്നും ആ ബോധമുണ്ടായാലേ സൃഷ്ടികർമ്മത്തിനുള്ള ഭഗവാന്റെ ആ അശരീരിവാക്യം അതിനുള്ളതായിരുന്നു എന്നും മനസ്സിലാകുന്നു. അങ്ങനെ 1000 ദിവ്യവത്സരം കഴിഞ്ഞപ്പോൾ ഭഗവാന് അത്ഭുത വസ്തുക്കളിൽ ശ്രേഷ്ഠവും തൻ്റെ വാസസ്ഥലവുമായ ഏകാന്തസുന്ദരമായ ശാന്തിയുടെ ലോകമായ ആ വൈകുണ്ഠം അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുകയാണ് ഭഗവാൻ. ഇനിയും ഉള്ള ഒരു 3 ശ്ലോകത്തിൽ വൈകുണ്ഠ വർണ്ണനെ പറ്റിയാണ്. സർവശക്തനായ ഗുരുവായൂരപ്പ 14 ലോകങ്ങൾക്കും വെളിയിൽ അവയ്ക്ക് അതീതമായ പരമാനന്ദ സ്വരൂപമായുള്ള വൈകുണ്ഠ ലോകത്തിന് മായനിമിത്തമായുള്ള ദുഃഖം, കോപം, മൗഢ്യം, ഭയം മുതലായ മനോഭാവങ്ങളൊന്നും ഇല്ലാതെ ആണ്. മഹാതേജ പ്രകാശരൂപമായ ആ പ്രദേശത്ത് പരമാനന്ദ പ്രവാഹമുണ്ട്. ആ വൈകുണ്ഠമെന്ന നിന്തിരുവടിയുടെ വാസസ്ഥലം വിജയിച്ച് അരുളുന്നു. 5-ാമത്തെ ശ്ലോകത്തിൽ വൈകുണ്ഠത്തിൻ്റെ ശ്രേഷ്ഠതയാണ് വർണ്ണിക്കുന്നത്. അതെന്താണ്? ആ വൈകുണ്ഠലോകത്തിൽ അല്ലയോ ഭഗവാനെ, അങ്ങയെപ്പോലെ ശംഖ്, ചക്ര, ഗദാപത്മങ്ങൾ ധരിച്ച 4 കൈകളോടും ഇന്ദ്രനീലക്കല്ലുകൾക്ക് തുല്യം നിർമ്മലമായ ശോഭയുള്ള പലതരത്തിലുള്ള ഭൂഷണങ്ങളിൽ നിന്നുള്ള രത്നങ്ങൾ കൊണ്ട് ദിക്കുകളെ ശോഭിപ്പിക്കുന്നതിനും പ്രകാശമാനങ്ങളായ വിമാനങ്ങളിൽ വസിക്കുന്നവരും ഭക്തി കൊണ്ട് ആ വിധം ഉയർന്ന നിലയിലെത്തിച്ചേർന്നിട്ടുള്ളവരുമായ ദിവ്യമായ ജനങ്ങൾ വിളങ്ങുന്നു. വൈകുണ്ഠവാസികളെല്ലാം വിഷ്ണു സായുജ്യം പ്രാപിച്ചവരാണ്. അങ്ങനെ ആ ദിവ്യജനങ്ങൾ വസിക്കുന്ന വൈകുണ്ഠം നിരസ്ത സർവശമലമാണ്. ശമലം എന്ന വാക്കിന് നമുക്കറിയാം കളങ്കം, രോഷം, പാപം, ദുരിതം എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളുണ്ട്. ഇവയൊന്നും വൈകുണ്ഠത്തിലില്ല എന്നാണ്. അങ്ങനെയുള്ള ആ അതിശ്രേഷ്ഠമായ വൈകുണ്ഠം ഭഗവാന്റെ ആസ്ഥാനമാണ്. ആ വൈകുണ്ഠം ജയിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഭട്ടതിരിപ്പാട് ഈ ശ്ലോകം അവസാനിപ്പിക്കുന്നത്.
അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് ലക്ഷ്മി ദേവിയെ വൈകുണ്ഠത്തിൽ പ്രത്യക്ഷമായി തന്നെ കാണാമെന്നാണ്. അവിടുത്തെ കാഴ്ചകളെ കുറിച്ചാണ് വർണ്ണിക്കുന്നത്. അവിടെ പലതരത്തിലുള്ള ദിവ്യ സ്ത്രീകളാൽ ചുറ്റപ്പെട്ടവളായി മിന്നൽ കൊടിക്ക് തുല്യമായ വിശ്വത്തെ മത്തുപിടിപ്പിക്കുന്ന ദിവ്യമായ ശരീരകാന്തി കൊണ്ട് സർവ്വദിക്കുകളും പ്രകാശമാനമാക്കിക്കൊണ്ട് ലക്ഷ്മി ദേവി അങ്ങയുടെ പാതാരവിന്ദങ്ങളുടെ സൗരഭ്യത്തിൽ മാത്രം ഉള്ള ആ സൗഹൃദ നിമിത്തം ഏതൊരു ലോകത്ത് സ്വയം പ്രത്യക്ഷമായി കാണപ്പെടുന്നുവോ അത് ആ അത്ഭുതകരമായ ദിവ്യവസ്തുക്കളുള്ള ആ നിന്തിരുവടിയുടെ ആ ലോകം എനിക്ക് തന്നാലുമെന്നാണ് ഭട്ടതിരിപ്പാട് ആശിക്കുന്നത്. സമ്പത്തിൻ്റെ അധിദേവതയായ ലക്ഷ്മി ദേവി മിന്നൽക്കൊടി പോലെയാണെന്നാണ്. ആ ഐശ്വര്യദേവത എവിടെയും സ്ഥിരമായി നിൽക്കുന്നില്ല. എന്നാൽ വൈകുണ്ഠത്തിൽ ലക്ഷ്മിയെ അങ്ങനെയല്ല, എപ്പോഴും അവിടെ കാണാം എന്നുള്ളതാണ്. അതിന് കാരണം എന്താണ്? ലക്ഷ്മി ദേവിക്ക് ഭഗവത് പാതാരവിന്ദങ്ങളുടെ സൗരഭ്യം ആസ്വദിക്കുന്നതിനുള്ള ആ അത്യാസക്തി തന്നെയാണ്. ബ്രഹ്മാവ് ഭഗവാനെ ഏതു രൂപത്തിൽ കണ്ടു എന്നാണ് 7ാമത്തെ ആ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത്. വൈകുണ്ഠ ലോകത്തിൽ തൻ്റെ സ്ഥാനത്ത് രത്നസിംഹാസനത്തിൽ ഇരുന്നരുളുന്നതും ശ്രീവത്സം എന്ന മറുകിൻ്റെ അടയാളത്തോടു കൂടിയതും സ്വീകരിക്കപ്പെട്ട കൗസ്തുഭരത്നത്തിൻ്റെ ഛായയാൽ അരുണവർണമായതും എല്ലാത്തിനും കാരണമായിട്ടുള്ളതുമായ ഭഗവാനെയാണ് ബ്രഹ്മാവ് വൈകുണ്ഠത്തിൽ കണ്ടത്. ആ രൂപത്തെ തനിക്ക് കൂടി കാട്ടിത്തരണേ എന്ന് ഭട്ടതിരിപ്പാട് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം. ബ്രഹ്മാവ് കണ്ട ഭഗവാന്റെ രൂപം തന്നെയാണ് 8ാമത്തെ ശ്ലോകത്തിലും വർണ്ണിക്കുന്നത്. നീലമേഘം പോലെയും കായാമ്പൂ പോലെയും നീലവർണ്ണമുള്ള അതിമനോഹരമായ പ്രഭാവലയത്താൽ ദിക്കുകളെല്ലാം ആവരണം ചെയ്യുന്നു. അങ്ങനെ സുന്ദരമായ പ്രസന്നമായ ആ മുഖം മന്ദഹാസം പൊഴിക്കുന്നുണ്ട്. ആ 4 തൃക്കൈകളിൽ ശംഖ്, ഗദ, ചക്രം, താമര എന്നിവ പ്രകാശിക്കുന്നു. ബ്രഹ്മാവിൻ്റെ സംശയം നീങ്ങി. പ്രപഞ്ച സൃഷ്ടി എങ്ങനെയാണ് എന്നത് സ്പഷ്ടമായി തന്നെ മനസ്സിൽ പതിഞ്ഞു. സർവജ്ഞാനസ്വരൂപനായ ഭഗവാൻ പ്രകാശിക്കുന്ന മനസ്സിൽ സംശയങ്ങൾക്ക് സ്ഥാനമില്ലല്ലോ. അങ്ങനെ ദീർഘകാലം ചെയ്ത തപസ് ഫലപ്രാപ്തിയിലെത്തിയപ്പോൾ ബ്രഹ്മാവ് അത്യധികം സന്തുഷ്ടനായി. ബ്രഹ്മാവിന് സന്തുഷ്ടി നൽകിയ അങ്ങയുടെ രൂപം ഭട്ടതിരിപ്പാട് മനസ്സിൽ കാണുന്നുവെന്നും ആ രൂപം തൻ്റെ രോഗത്തെയും മാറ്റിത്തരണമേ എന്നും പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ രോഗം ശാരീരികം മാത്രമുള്ള താപത്രയങ്ങളെയും സൂചിപ്പിക്കുന്നു. അങ്ങനെ ഈ താപങ്ങൾ അടക്കാനുള്ള ഒരേ ഒരു മാർഗം ഭഗവാനെ മനസ്സിൽ പ്രതിഷ്ഠിക്കുക എന്നതാണ് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ബ്രഹ്മാവിന് ഒരിക്കലും അങ്ങനെ ഒരു വിചാരമുണ്ടായിരുന്നില്ല ഭഗവാന്റെ രൂപം കാണാൻ പറ്റും എന്നുള്ളത്. പെട്ടെന്നത് കണ്ടപ്പോൾ സന്തോഷാതിരികത്താൽ പരിഭ്രമത്തോടുകൂടി ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ വീണ് നമസ്കരിച്ചു. എന്നിട്ട് ഭഗവാന്റെ ദ്വൈത രൂപത്തിലും അദ്വൈത രൂപത്തിലുള്ള നിന്തിരുവടിയുടെ സ്വരൂപത്തെ സംബന്ധിച്ച ജ്ഞാനം ഉണ്ടാക്കിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചു. ഉപാസകനിൽ നിന്ന് ഭിന്നനായി ഭഗവാന് കൽപ്പിക്കുന്ന രൂപമാണ് ദ്വൈതരൂപം. മനോഹരമായ ഭഗവാന്റെ രൂപം സങ്കല്പിക്കണമെങ്കിൽ ദ്വൈതഭാവം വേണം.
ഞാൻ തന്നെയാണ് ഭഗവാൻ എന്ന ഭാവമാണ് അദ്വൈതഭാവം. അഹം ബ്രഹ്മാസ്മി എന്ന ഭാവം മായയെ അവലംബിച്ച് നാനാ രൂപം കൈക്കൊണ്ടിട്ടുള്ള ആ ഭഗവാന്റെ ദ്വൈതരൂപത്തിൻ്റെ അറിവുണ്ടായാലേ സൃഷ്ടിക്ക് കഴിവുണ്ടാവൂ. എന്നാൽ എല്ലാം ഒന്നാണെന്നുള്ള അദ്വൈതബോധം ഉണ്ടാവാതിരുന്നാൽ കർമ്മബന്ധം ഉണ്ടാവുകയും ചെയ്യും. അതാണ് രണ്ട് രൂപത്തിലുമുള്ള സ്വരൂപത്തെ സംബന്ധിച്ച് ജ്ഞാനം നൽകണേ എന്ന് ബ്രഹ്മാവ് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. 10ാമത്തെ ശ്ലോകത്തിൽ ഭഗവൻ എന്നാണ് സംബോധന ചെയ്തിരിക്കുന്നത്. ഭഗവൻ എന്നാൽ ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം എന്നീ 6 ഗുണങ്ങൾ സമഗ്രമായി ചേർന്നവൻ എന്നാണ് അർത്ഥം. അല്പം സുവർണ നിറമുള്ള പാദങ്ങളിൽ താണു വണങ്ങിയ ബ്രഹ്മാവിൻ്റെ കരങ്ങളാൽ തൻ്റെ കൈകൊണ്ട് സ്വാർത്ഥിച്ചുകൊണ്ട് അങ്ങേക്ക് ജ്ഞാനം ഉണ്ടായിക്കൊള്ളും, സൃഷ്ടിപ്രവർത്തികൾ കൊണ്ട് കർമ്മബന്ധം ഉണ്ടാവുകയുമില്ല എന്ന് പറഞ്ഞ് താൻ തന്നെ ആ ബ്രഹ്മാവിൻ്റെ ചിത്തത്തിൽ ഗൂഢമായി സ്ഥിതി ചെയ്യുന്നവനായി സൃഷ്ടിക്ക് പ്രേരിപ്പിച്ചു. ഭഗവാന്റെ ചരണങ്ങളിൽ ശരണം പ്രാപിച്ച് ഭഗവാൻ നൽകുന്ന ആ അനുഗ്രഹത്തിൽ സന്തോഷിച്ചാൽ ബോധം താനേ ഉണ്ടാകും. കർത്തവ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവുണ്ടാവുന്ന പ്രവർത്തനം ബന്ധങ്ങൾക്ക് കാരണമാവുകയില്ല. നിഷ്കാമഭക്തിയും പൂർണ്ണമായ ശാന്തിയും ഉണ്ടാകുമ്പോൾ ഭഗവാൻ ചിത്തത്തിൽ കുടികൊള്ളുകയും പ്രേരണ നൽകുകയും ചെയ്യുന്നു. ഈ ശ്ലോകവും അവസാനിപ്പിക്കുന്നത് ആരോഗ്യം വർദ്ധിപ്പിച്ചു തരണമേ എന്ന പ്രാർത്ഥനയോടെയാണ്. ഷഡ്ഗുണ പരിപൂർണനായതുകൊണ്ട് തൻ്റെ അഭീഷ്ടം നിറവേറ്റാൻ ഭഗവാൻ പ്രയാസമില്ലെന്ന സൂചനയും ഈ ശ്ലോകത്തിൽ കാണാം. ഇത്രയുമാണ് ദശകം 7 പ്രതിപാദിച്ചിരിക്കുന്നത്. എല്ലാവർക്കും, എല്ലാ സുഹൃത്തുക്കൾക്കും ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.